പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയ സ്ത്രീ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചതായി പരാതി. ബസിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് പരാതി നൽകാൻ ഇരയായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് NGO ക്വാർട്ടേഴ്സിനടുത്ത് താമസിക്കുന്ന പുഷ്പയോട് സ്വകാര്യ ബസ് കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയിരുന്നു. തുടർന്ന് പുഷ്പയുടെ മകനും സുഹൃത്തുക്കളും ചേർന്ന് ബസ് തടഞ്ഞു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവിഭാഗത്തെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ വെച്ച് പുഷ്പയുടെ മകൻ പ്രിന്റുവിനെയും സുഹൃത്തുക്കളെയും മഫ്തിയിലെത്തിയ പോലീസുകാർ അകാരണമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. അത് കണ്ടക്ടറോട് ഞങ്ങൾ പരാതി പറഞ്ഞത് സ്റ്റേഷനിലെ പോലീസുകാർ മഫ്തിയിൽ എന്ന പോലീസുകാർ അവിടെ അടിച്ച് സെല്ല് കൊണ്ടുപോയിട്ട് കിടത്തിയിട്ട് ചവിട്ടണോ എന്താ കാര്യം കൂടി ഞങ്ങൾ ചോദിച്ചില്ല. ഞങ്ങൾ എന്തിനാ സ്റ്റേഷനിലേക്ക് വന്നത് കൂടി ചോദിച്ചില്ല. പോലീസ് അതിക്രമത്തെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട പുഷ്പയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ പ്രിന്റു, മനുപ്രസാദ്, അൽഫാസ് എന്നിവരും ചികിത്സയിലാണ്. ഡിവൈഎഫ്ഐ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യൂബർ മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പ്രക്ഷോഭത്തിലേക്ക്. യൂബർ അധികമായി ടാക്സികളെ അറ്റാച്ച് ചെയ്യുന്നത് നിർത്തിവെക്കണമെന്നും മിനിമം വേതനം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ കൊച്ചി പാലാരിവട്ടത്തെ യൂബർ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ യൂബർ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ നവംബർ 10 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്നും ഡ്രൈവർമാർ വ്യക്തമാക്കി. ആദ്യകാലങ്ങളിൽ നൽകിപ്പോന്ന മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ നിന്ന് യൂബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി സംവിധാനം പിന്നോട്ട് പോകുമ്പോൾ ദുരിതത്തിലാകുന്നത് ഉള്ളത് വിറ്റും പണയപ്പെടുത്തിയും വാഹനം വാങ്ങി യൂബർ പോലുള്ളവയിൽ അറ്റാച്ച് ചെയ്ത ഡ്രൈവർമാരാണ്. യൂബർ മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിൽ പ്രതിഷേധിച്ച് കൊച്ചി പാലാരിവട്ടത്തെ യൂബർ ഓഫീസിന് മുന്നിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സമരം നിത്യക്കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ബെന്നി 12, 14, 16, 18 മണിക്കൂറുകൾ ഓൺലൈനിൽ കിടന്നാൽ ഒരു ന്യായമായ കൂലി കിട്ടുകയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പം ഞങ്ങൾ വന്നെത്തിയിട്ടുള്ളത്. വ്യാജ പരസ്യങ്ങൾ നൽകി പൊതുജനങ്ങളെ വഞ്ചിക്കുന്നത് അവസാനിപ്പിക്കുക, പുതിയ അറ്റാച്ച്മെന്റുകൾ നിർത്തലാക്കുക, ട്രിപ്പ് നിയന്ത്രണം ഒഴിവാക്കുക, ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക, മിനിമം കൂലി ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ഡ്രൈവർമാരുടെ ആവശ്യം. എന്നാൽ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച ഒക്ടോബർ 17 സമരം നടത്തിയവരിൽ 20 ഡ്രൈവർമാരെ പ്രതികാര നടപടിയെന്നോണം യൂബർ മാനേജ്മെന്റ് പുറത്താക്കിയിട്ടുണ്ട്. അവരെ തിരിച്ചെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അവർ വളരെ ധാർഷ്ട്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. അത് ഡിവൈസ് ഓപ്പൺ ചെയ്തു തരികയല്ല, നിങ്ങൾ സമരത്തിൽ പങ്കെടുത്തു, ഞങ്ങൾക്ക് സമരം ചെയ്യാനും എല്ലാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് യൂബർ മാനേജ്മെന്റ് ഇന്ന് കേരളത്തിൽ അവർ പ്രവർത്തിക്കുന്നത്. തൊഴിലാളികളോടുള്ള ധാർഷ്ട്യം മാറ്റിവെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂബർ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ നവംബർ 10 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാനാണ് ഡ്രൈവർമാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അച്ഛനും മകനും ചേർന്നൊരുക്കിയ സംഗീത ആൽബത്തിന്റെ പ്രകാശനം കൊച്ചിയിൽ നടന്നു. അന്തരിച്ച സംഗീത സംവിധായകൻ രാജാമണിയും മകൻ അച്ചു രാജാമണിയും സംഗീതം പകർന്ന പ്രണയനിലാവെന്ന ഓഡിയോ ആൽബം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടി മഞ്ജു വാര്യരും ചേർന്നാണ് പ്രകാശനം ചെയ്തത്. പ്രണയനിലാവ് എന്ന സംഗീതാൽബത്തിനു വേണ്ടി തയ്യാറായ വരികൾക്ക് സംഗീതം പകരവെയായിരുന്നു സംഗീത സംവിധായകൻ രാജാമണിയുടെ അപ്രതീക്ഷിത അന്ത്യം. അച്ഛനിൽ നിന്നും സ്വായത്തമാക്കിയ സംഗീത പാഠത്തിന്റെ പിൻബലത്തിൽ മകൻ അച്ചു രാജാമണി ബാക്കിയുള്ള വരികൾക്കും ഈണമിട്ടതോടെ പ്രണയനിലാവ് എന്ന സംഗീതാൽബം യാഥാർത്ഥ്യമായി. GCDA മുൻ ചെയർമാൻ N വേണുഗോപാലിന്റെ ഭാര്യ ശശികല മേനോൻ രചിച്ച 8 ഗാനങ്ങളിൽ 6 ഗാനങ്ങൾ രാജാമണിയും 2 ഗാനങ്ങൾ മകൻ അച്ചുവുമാണ് ചിട്ടപ്പെടുത്തിയത്. P ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ, നിഷാദ്, ശ്വേതാമോഹൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടി മഞ്ജു വാര്യരും ചേർന്ന് ഓഡിയോ CD പ്രകാശനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രണയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മധുരമായ ആ പ്രണയത്തെ സംബന്ധിച്ചുള്ള അതിമനോഹരമായ ഗാനങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ഗാനനിരൂപകൻ TP ശാസ്തമംഗലം, ഹൈബി ഈഡൻ MLA, രാജാമണിയുടെ കുടുംബാംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭാരതപ്പുഴയിൽ കടൽ മീനുകളുടെ സാന്നിധ്യം കണ്ടെത്തി. സ്രാവ്, ചെമ്പല്ലി, പാര, മാന്തൾ തുടങ്ങിയ കടൽ മത്സ്യങ്ങളാണ് ഭാരതപ്പുഴയിലുള്ളത്. കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് പഠന വകുപ്പ് മേധാവി ഡോക്ടർ A ബിജുകുമാർ നടത്തിയ പഠനത്തിലാണ് രൂക്ഷമായ മണലെടുപ്പിന്റെ പ്രത്യാഘാതമായി ഭാരതപ്പുഴയുടെ പരിസ്ഥിതി തന്നെ മാറുന്നത് വ്യക്തമായത്. ഭാരതപ്പുഴയിൽ ചൂണ്ടയിട്ട സ്രാവിനെ കിട്ടിയാൽ ഇനി അത്ഭുതപ്പെടേണ്ട. പരലും വരാലും ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ കടൽമീനുകളുണ്ടെന്നാണ് പഠന റിപ്പോർട്ട്. സ്രാവ്, ചെമ്പല്ലി, പാര, മാന്തൾ, കണമ്പ് തുടങ്ങി 30ലേറെ ഇനം കടൽ മത്സ്യങ്ങളുടെ സാന്നിധ്യമാണ് ഭാരതപ്പുഴയിൽ കണ്ടെത്തിയത്.
കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് പഠന വകുപ്പ് മേധാവി ഡോക്ടർ എ ബിജുകുമാർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ഏതാണ്ട് 130 പരം മത്സ്യജാതികളെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 30 പരം സമുദ്ര മത്സ്യങ്ങളാണെന്നുള്ളതാണ് കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രൂക്ഷമായ മണലെടുപ്പ് മൂലം ഭാരതപ്പുഴയുടെ ആഴം കൂടിയതും കടൽവെള്ളം പുഴയിലേക്ക് കയറിയതും കാരണമാണ് കടൽ മത്സ്യങ്ങൾക്ക് പുഴയിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായത്. ഈ ജലലഭ്യതയിലെ കുറവും പുഴയുടെ തട്ടിൽ വന്ന താഴ്ചയും സമുദ്രജലം ഉള്ളിലേക്ക് കയറി വരുന്നത് വളരെയധികം വ്യാപകമാക്കിയിട്ടുണ്ട്. പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെയുള്ള പ്രദേശത്ത് കടൽ മത്സ്യങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് ബിജുകുമാറിന്റെ പഠനം വ്യക്തമാക്കുന്നു. മണലെടുപ്പും പരിസ്ഥിതി നാശവും രൂക്ഷമായതിനാൽ തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം മേഖലകളിൽ 2 മീറ്ററോളം പുഴ താഴ്ന്നു. ഇതോടെയാണ് പുഴയിലേക്ക് വൻതോതിൽ ഉപ്പുവെള്ളം കയറിയത്. ഇതാണ് ഈ മേഖലയിലെ വരൾച്ചയ്ക്ക് കാരണമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴക്കാലത്ത് അടച്ചിട്ട വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ഇനിയും തുറന്നിട്ടില്ല. DTPCക്കൊപ്പം പ്രദേശത്തെ ജനങ്ങളെയും ഇത് പ്രതിസന്ധിയിലാക്കുകയാണ്. 200ഓളം കുടുംബങ്ങളാണ് കുറുവ ദ്വീപിനെ ആശ്രയിച്ച് ഇവിടെ ജീവിക്കുന്നത്. വനം വകുപ്പ് അനുമതി വൈകുന്നതാണ് കേന്ദ്രം തുറക്കുന്നതിന് തടസ്സം. വനം വകുപ്പിനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനുമാണ് കുറുവ ദ്വീപിന്റെ ചുമതല. ഭൂരിഭാഗവും വനമായതിനാൽ കൂടുതൽ ഉത്തരവാദിത്വം വനം വകുപ്പിനാണ്. മഴക്കാലത്ത് ദ്വീപിൽ വെള്ളമുയരുന്നതിനാൽ സാധാരണയായി 6 മാസത്തോളം കുറുവ ദ്വീപ് അടച്ചിടാറുണ്ട്. എന്നാൽ ഇത്തവണ മഴ വളരെ കുറവായിരുന്നു. ദ്വീപിനകത്തുള്ള ചില്ലറ പണികൾ മാത്രമാണ് വനം വകുപ്പിന് ചെയ്യാനുണ്ടായിരുന്നത്. ഇത്തരം ജോലികൾ തീർത്ത് കേന്ദ്രം തുറക്കണമെന്ന് നിരവധി തവണ ആവശ്യമുയർന്നുവെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. സാധാരണ വർഷങ്ങളിൽ 2-2.5 മാസക്കാലം വെള്ളം കൂടുന്ന സമയത്ത് കുറുവാദ്വീപ് അടച്ചിടൽ പതിവാണ്. പക്ഷേ ഈ വർഷം 2 മാസം മുമ്പ് കുറുവാദ്വീപ് തുറക്കാമായിരുന്നു. വെള്ളം വളരെ കുറവാണ്. ഇവിടെ വരുന്ന ഒരു 100-200ഓളം കുടുംബങ്ങൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. മെസ്സുകൾ, ഫാൻസി കടകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് വയനാട്ടിൽ മികച്ച വരുമാനം നേടിക്കൊടുക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കുറുവ ദ്വീപ്. 10 ലക്ഷം രൂപ വരെ പ്രതിദിനം ഇവിടെ വരുമാനം ലഭിക്കാറുണ്ട്. 80 രൂപ ടിക്കറ്റിൽ 30 രൂപ DTPCക്കും 50 രൂപ വനവികസന സമിതിക്കുമാണ് ലഭിക്കുക. മാസങ്ങളായി കുറുവ അടച്ചിട്ടതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം. കുറുവ ദ്വീപിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളും ഇതോടെ പ്രതിസന്ധിയിലായി. വായ്പ എടുത്തുവരെ ആരംഭിച്ച കടകളും മറ്റും അടച്ചുപൂട്ടാനൊരുങ്ങുകയാണിവർ. ന്യൂസ് ബ്യൂറോ, വയനാട്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും ഗ്രന്ഥശാല സംഘം സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന IV ദാസിന്റെ 6ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പാത്തിപ്പാലത്ത് അനുസ്മരണ പൊതുയോഗം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും ഗ്രന്ഥശാല സംഘം സംസ്ഥാന സെക്രട്ടറിയും ദേശാഭിമാനി വാരിക പത്രാധിപരുമായിരുന്ന IV ദാസിന്റെ 6ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പാത്തിപ്പാലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും നടന്നു. പൊതുയോഗത്തിനു മുൻപായി ചുവപ്പ് വോളണ്ടിയർ മാർച്ചും വൻ ബഹുജന പ്രകടനവും നടന്നു. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ്. അതിലൂടെ മാത്രമേ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തെ പുനഃപ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് പരമപ്രധാനമായ നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തെ തിരിച്ചെടുത്ത് വർഗീയതയെ തടഞ്ഞു നിർത്തി ജനാധിപത്യ വിരുദ്ധ നടപടികളെ ഇല്ലാതാക്കി സമസ്ത മേഖലകളിലും മാറ്റമുണ്ടാക്കി കേരളത്തെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം. മികച്ച സാംസ്കാരിക പ്രവർത്തകനുള്ള IV ദാസ് പുരസ്കാരം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ VM മുരളി ഏറ്റുവാങ്ങി. CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ, നേതാക്കൾ KK ശൈലജ, M സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്തെ 15,000-ഓളം സ്കൂളുകളെ കൂട്ടിയിണക്കുന്ന സ്കൂൾ വിക്കി കേരള പിറവി ദിനത്തിൽ സജ്ജമാകും. IT at സ്കൂൾ തയ്യാറാക്കുന്ന പ്രോജക്റ്റിൽ വിക്കിപീഡിയ മാതൃകയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയുള്ള ഉള്ളടക്ക ശേഖരണമാണ് ഉദ്ദേശിക്കുന്നത്. സ്കൂളുകൾ അവരുടെ സ്കൂൾ കോഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് അതാത് ജില്ലകളുടെ കീഴിൽ അവർക്ക് അനുവദിച്ച സ്ഥലത്ത് അവരുടെ വിഭവങ്ങൾ ചേർക്കാൻ കഴിയുന്ന രീതിയിൽ സ്കൂൾ വിക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സംസ്ഥാനത്തെ 1 മുതൽ 12 വരെയുള്ള 15,000-ഓളം സ്കൂളുകളെ കൂട്ടിയിണക്കി IT at സ്കൂൾ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതാണ് സ്കൂൾ വിക്കി. വിക്കിപീഡിയ മാതൃകയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയുമെല്ലാം പങ്കാളിത്തത്തോടെയുള്ള ഉള്ളടക്ക ശേഖരണമാണ് പൂർണ്ണമായും മലയാളത്തിൽ തയ്യാറാക്കിയ സ്കൂൾ വിക്കിയുടെ സവിശേഷത. ഓരോ വിദ്യാലയങ്ങളും അവരെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങളും അതാത് സ്കൂളിന്റെ ചരിത്രവും സ്കൂൾ വിക്കിയിൽ ചേർക്കാവുന്നതാണ്. പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ മാപ്പ്, സ്കൂൾ വെബ്സൈറ്റ്, ബ്ലോഗുകൾ, വിവിധ ക്ലബ്ബുകൾ,
ക്ലാസ് മാഗസീനുകൾ, സ്കൂളുകളിൽ നടക്കുന്ന ദിനാചരണങ്ങൾ, ആഘോഷങ്ങൾ, വിവിധ മേളകൾ എന്നിങ്ങനെയുള്ള വിവരങ്ങളോടൊപ്പം ഇവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സ്കൂൾ വിക്കിയിൽ നൽകാം. എല്ലാ സ്കൂളുകളുടെയും കൃത്യമായ ഭൂപടം സ്വതന്ത്ര പ്ലാറ്റ്ഫോമായ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ ലഭ്യമാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കുട്ടികൾ അവർ തയ്യാറാക്കുന്ന പഠന ഉൽപ്പന്നങ്ങളും അധ്യാപകരുടെ കൂട്ടായ്മയിൽ നിന്നും രൂപം കൊള്ളുന്ന പഠന വിഭവങ്ങളും വിക്കിയിൽ ഉൾപ്പെടുത്താം. മലയാള ഭാഷാ പഠനത്തിന്റെ ഭാഗമായി സ്കൂൾ പത്രം, നാടോടി വിജ്ഞാനകോശം, എന്റെ നാട് എന്നീ അന്വേഷണാത്മക ഭാഷാ പ്രോജക്റ്റ് പ്രവർത്തനങ്ങളുടെ കണ്ടെത്തലുകൾ സ്കൂൾ വിക്കിയിൽ ചേർക്കാം. കേരളത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളുടെയും വിശദാംശങ്ങൾ ഇതുവഴി ലഭ്യമാക്കാം. 2009 കേരളപ്പിറവി ദിനത്തിൽ തുടക്കം കുറിച്ച സ്കൂൾ വിക്കി 2 വർഷങ്ങൾക്ക് ശേഷം നിർജീവാവസ്ഥയിലായിരുന്നു. ഇതാണ് മലയാളം വിക്കിപീഡിയ പ്രവർത്തകരുടെ കൂടി സഹകരണത്തോടെ സമഗ്രമായി പരിഷ്കരിച്ച ഈ നവംബർ 1 ITH സ്കൂൾ നടപ്പാക്കുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആദ്യമായി SFI സാന്ത്വന പരിചരണം ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിൽ യൂണിറ്റ് രൂപീകരിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സേന IRPCക്കൊപ്പം ഇനി സാന്ത്വന രംഗത്ത് സജീവമാകും. സാന്ത്വന പരിചരണ രംഗത്ത് ഇനി വിദ്യാർത്ഥികളും. SFI നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂർ ജില്ലയിൽ സാന്ത്വന പരിചരണവും സാമൂഹ്യ സേവനവും ലക്ഷ്യമിട്ട് SFI നേതൃത്വത്തിൽ സേവന സേനയെ രൂപീകരിച്ചു കഴിഞ്ഞു. ജില്ലയിൽ 18 അംഗങ്ങളുള്ള യൂണിറ്റാണ് രൂപീകരിച്ചിരിക്കുന്നത്. ജില്ലയിലുള്ള നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 15-നകം കോളേജിനകത്ത് യൂണിറ്റ് രൂപീകരിക്കുന്ന നിലയാണ് ഉണ്ടാവുക. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ മേഖലയിൽ സഹായം നൽകാനാവശ്യമായ പ്രവർത്തകന്മാരെ വളർത്തിക്കൊണ്ടുവരാനാണ് SFI ഉദ്ദേശിക്കുന്നത്. ആറളം ഫാമിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി SFI ശേഖരിച്ച 1,80,000-ൽ പരം രൂപയും IRPCക്ക് നേതൃത്വം നൽകുന്ന CPIM ജില്ലാ സെക്രട്ടറി PJ രാജന് SFI നേതൃത്വം കൈമാറി. ഈ നടത്തുന്ന പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ജില്ലയിലെ വിദ്യാർത്ഥി സമൂഹം പൊതുവിൽ ഉൾക്കൊണ്ടു എന്നതാണ് ഇത് കാണിക്കുന്നത്. അവർ ആ നിലയ്ക്ക് ഇതിനോട് സഹകരിച്ചത് അപ്പോൾ അങ്ങേയറ്റം മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. മറ്റിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ മാതൃകാപരമായിട്ടുള്ള നിലയിലാണ് ജില്ലയിലെ SFI പ്രവർത്തകന്മാർ ഈ പ്രവർത്തനം വിജയകരമായിട്ട് തന്നെ നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി മുന്നേറ്റത്തിന്റെ നന്മ നിറഞ്ഞ സഹായഹസ്തവുമായി SFI ഇനി IRPCക്കൊപ്പം സാന്ത്വന പരിചരണ രംഗത്തേക്കും ചുവടുവെക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്തെ വരൾച്ച ദുരിതബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനാണ് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത്. കാലവർഷം 34%, തുലാവർഷം 69% കുറഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനം രൂക്ഷമായ വരൾച്ച നേരിടുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷം. കൃഷിനാശം വ്യാപകമാകുന്നു. ഈ വിഷയം സഭ നിർത്തി ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഉന്നയിച്ചത്. വരൾച്ച നേരിടുന്നതിന് സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്ന് പറഞ്ഞ VS ശിവകുമാർ സംസ്ഥാനത്ത് മഴവെള്ളക്കുഴികൾ വ്യാപകമാക്കണമെന്നും കുടിവെള്ളം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് തുലാവർഷത്തിലും കാലവർഷത്തിലും വൻതോതിൽ കുറവ് വന്നിരിക്കുന്നു. വരൾച്ച സംബന്ധിച്ച കാര്യങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരൾച്ചാ മേഖലയായി സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുന്നതായും റവന്യൂ മന്ത്രി നിയമസഭയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 28/10/2016 SDMAയുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളും വരൾച്ച ബാധിതമായി നിൽക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ജില്ലകൾ ആകെ തന്നെ വരൾച്ച ബാധിത ജില്ലകൾ എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് സാർ. കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം പിന്നീടുണ്ടാകും. 2017 സംസ്ഥാനത്തിന്റെ വരൾച്ച പരിശോധിച്ച് കേന്ദ്ര സഹായത്തിനായി നിവേദനം നൽകുമെന്നും അറിയിച്ചു. വരൾച്ചാ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ വരൾച്ചയുടെ തീവ്രത ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സംഘത്തെ കൊണ്ടുവരുന്നതിന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാ ജില്ലകളിലും ജനപ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നും വരൾച്ച നേരിടാൻ സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്നും പറഞ്ഞ പ്രതിപക്ഷം വാക്കൌട്ട് ഉപേക്ഷിക്കുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. M. എബ്രാഹിമിനെതിരെ AGയുടെ പ്രാഥമിക റിപ്പോർട്ട്. കെൽട്രോൺ ചെയർമാനു വേണ്ടി ചട്ടം മറികടന്ന് ഇടപെട്ടുവെന്നും വഴിവിട്ട വൻ ആനുകൂല്യങ്ങൾ കെൽട്രോൺ ചെയർമാൻ നൽകിയെന്നും റിപ്പോർട്ട്. ഇതുവഴി 58.4 ലക്ഷം രൂപ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക റിപ്പോർട്ടിലെ പരാമർശം. കെൽട്രോൺ ചെയർമാനായ GC ഗോപാലപിള്ളയ്ക്ക് ചട്ടം മറികടന്ന് ആനുകൂല്യങ്ങൾ നൽകാൻ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാം ഇടപെട്ടുവെന്നാണ് AGയുടെ റിപ്പോർട്ടിലെ പരാമർശം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർക്ക് ഓണറേറിയം നൽകുന്നതിനുള്ള സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല. കെൽട്രോൺ ചെയർമാന് 20,000 രൂപ ഓണറേറിയം നൽകേണ്ട സ്ഥാനത്ത് 1.25 ലക്ഷം രൂപ അനുവദിച്ചു. ഇതുവഴി പൊതുഖജനാവിന് 58.4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായും AG കണ്ടെത്തിയിട്ടുണ്ട്. ധനവകുപ്പ് ഉദ്യോഗസ്ഥർ എതിർത്തിട്ടും KM എബ്രഹാം ഇടപെട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകുകയായിരുന്നു.
സംസ്ഥാനത്തിന്റെ ഇലക്ട്രോണിക്സ് വികസനത്തിനു വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക പദ്ധതികളൊന്നും ഈ കാലയളവിൽ നടപ്പിലായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2016 ഏപ്രിലിൽ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ കെൽട്രോണും ധനവകുപ്പും വിശദീകരണം നൽകിയതിനു ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ടോം ജോസിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് സർക്കാരിന് കൈമാറിയില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷം നവംബർ 3-ന് ശേഷമേ റിപ്പോർട്ട് നൽകുകയുള്ളൂ. 3-ന് ഹൈക്കോടതിയിൽ വരുന്ന തനിക്കെതിരായ കേസിന്റെ സത്യവാങ്മൂലം തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. അതിനുശേഷം റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് വൈകും. വിശദമായ അന്വേഷണം നടത്തി നവംബർ 3-ന് ശേഷം മാത്രമേ സർക്കാരിന് വിജിലൻസ് റിപ്പോർട്ട് കൈമാറുകയുള്ളൂ. തനിക്കെതിരായ 3 കേസുകളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന്റെ തിരക്കിലാണെന്നും അതിനുശേഷം മാത്രമേ റിപ്പോർട്ട് സർക്കാരിന് നൽകൂവെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വ്യക്തമാക്കി. ഞാൻ പറഞ്ഞില്ല, എനിക്കെതിരെയുള്ള പരാതികൾ ഹൈക്കോടതി കിടക്കുന്ന ഹൈക്കോടതിയിലുള്ള കേസുകൾ കഴിഞ്ഞിട്ടില്ലേ ബാക്കി കാര്യമൊക്കെ ഉള്ളൂ. ഞാൻ ഹൈക്കോടതിയുടെ കാര്യം ഒന്ന് നോക്കട്ടെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണമെന്നല്ലേ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലെ ടോം ജോസിന്റെ എസ്റ്റേറ്റുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. അതിനുശേഷമാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കാണ് റിപ്പോർട്ട് കൈമാറുക. ചീഫ് സെക്രട്ടറി തല ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ടോം ജോസിനെതിരെയുള്ള സർക്കാർ നടപടിയുണ്ടാവുക. ടോം ജോസിന്റെ സാമ്പത്തിക ഇടപാടുകൾ, വിദേശയാത്ര, ആസ്തി എന്നിവയുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ വിജിലൻസ് സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ബിനാമികളെക്കുറിച്ചുള്ള വിവരങ്ങളും വിജിലൻസിന് ലഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ടോം ജോസിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിജിലൻസിന്റെ പുതിയ റിപ്പോർട്ട് എത്തുക എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോടനാട് സ്വകാര്യ ഹോട്ടലിന് ബാർ ലൈസൻസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനുമെതിരെ സമർപ്പിച്ചിരുന്ന ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ഹർജിയിൽ കഴമ്പില്ലെന്ന് കണ്ടാണ് കോടതി നടപടി. ലൈസൻസ് അനുവദിച്ചതിൽ ക്രമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ബാർ ലൈസൻസ് അനുവദിച്ചതിന് പിന്നിൽ അഴിമതിയും ക്രിമിനൽ ഗൂഢാലോചനയും അധികാര ദുർവിനിയോഗവും നടന്നുവെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഹർജി തള്ളി. NOCക്കുള്ള സ്റ്റേ ഹൈക്കോടതി റദ്ദാക്കിയതോടെ കോടനാട് ഡ്യൂലാൻഡ് ഹോട്ടൽ ബാർ ലൈസൻസിനുള്ള അർഹത നേടിയതായി കോടതി വിലയിരുത്തി. പഞ്ചായത്ത് നൽകിയ NOCക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കെയാണ് സർക്കാർ ബാർ ലൈസൻസ് അനുവദിച്ചതെന്നായിരുന്നു ഹർജിക്കാരൻ്റെ വാദം. ലൈസൻസ് അല്ല, ലൈസൻസ് അനുവദിക്കാനുള്ള അനുമതി മാത്രമാണ് എക്സൈസ് കമ്മീഷണർ നൽകിയത്. ഇതിൽ ക്രമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും കോടതി കണ്ടെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ്, എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് തുടങ്ങി 8 പേരെ എതിർകക്ഷികളാക്കിയായിരുന്നു ഹർജി. LDF സർക്കാർ അനുവദിച്ച ആദ്യ ബാർ ലൈസൻസിനെതിരെയുള്ള ഹർജിയാണ് സർക്കാരിന് അനുകൂലമായ വിധിയോടെ വിജിലൻസ് കോടതി തീർപ്പാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് വെങ്ങളം ബൈപ്പാസിൽ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ട ബൈക്കിൽ ബസ്സിടിച്ച യുവാവ് മരിച്ചു. മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടം. നാട്ടുകാർ ബസ് തകർക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലെ ബസ്സുകളുടെ മരണപ്പാച്ചിലിന് ഒരിര കൂടി. വെങ്ങളം ബൈപ്പാസ് ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ട ബൈക്കിനെയാണ് പുറകിൽ വന്ന തലശ്ശേരി ബസ് ഇടിച്ചിട്ടത്. മറ്റൊരു കണ്ണൂർ ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ ഉണ്ണികുളം സ്വദേശിയായ ഷബീർ ആണ് മരണപ്പെട്ടത്. പരിക്കേറ്റ മറ്റൊരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് നാട്ടുകാർ ബസ് തകർക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. പുതുതായി നിർമ്മിച്ച ബൈപ്പാസിലെ സിഗ്നൽ സംവിധാനം പലപ്പോഴും ബസ്സുകൾ അവഗണിക്കുന്നതും മത്സര ഓട്ടം നടത്തുന്നതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. സിഗ്നൽ ലൈറ്റിൽ നിർത്തിയിട്ട് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരെ ഇതാക്കിക്കൊണ്ട് സിഗ്നൽ ലൈറ്റ് ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാണ്ട് ബസ്സുകാർ അടിച്ചു മിന്നിച്ച് പോകുന്ന 2 ആൾക്കാർ ഇപ്പോൾ ഇവിടെ ആക്സിഡന്റ് ആയി ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ഥിര സംവിധാനം ഉണ്ടായിട്ട് അധികൃതർ ശ്രദ്ധയിലൊക്കെ പല പ്രാവശ്യം ശ്രദ്ധപ്പെടുത്തിയിട്ട് ഒരു ഹോംഗാർഡിനെ മാത്രം ഇവിടെ നിർത്താച്ചല്ലേ. ഹോംഗാർഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബൈക്കാർ പുറകെ മാത്രം പോവുകയാണ്. ബസ്സുകാർ തലശ്ശേരി, വടകര, ലോങ് ബസ്സുകാർ മുഴുവൻ അടിച്ച് ഇങ്ങനെ പോവാം. സ്പീഡ് ഗവർണർ ഇല്ലാതെയാണ് പല ബസ്സുകളും നിരത്തിൽ ഇറങ്ങുന്നത്. എന്നാൽ അതിനെതിരെ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി നാട്ടുകാരെ CI ചർച്ചയ്ക്കും വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നാട്ടുകാർ ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി എളമരം കരീമും പ്രസിഡന്റായി ആനത്തലവട്ടം ആനന്ദനും തുടരും. P നന്ദകുമാറാണ് പുതിയ ഖജാൻജി. 30 അംഗ എക്സിക്യൂട്ടീവിൽ 8 പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തി. ഈ വാർത്തയോടുകൂടി നാട്ടുവാർത്ത അവസാനിക്കുന്നു. നമസ്കാരം. തൊഴിലാളി മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താണ് CITU 13ാം സംസ്ഥാന സമ്മേളനം പാലക്കാട് പുരോഗമിക്കുന്നത്. സംഘടനയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള തീരുമാനങ്ങളും സമ്മേളനം കൈക്കൊള്ളും. 1 ലക്ഷം തൊഴിലാളികൾ അണിനിരക്കുന്ന റാലിയോടെ സമ്മേളനം ഇന്ന് സമാപിക്കും.
വൈകിട്ട് 5 മണിക്ക് പാലക്കാട് കോട്ടമൈതാനിയിലെ ഈ ബാലാനന്ദൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CATU അഖിലേന്ത്യാ ഭാരവാഹികളായ തപൻസൻ AK പത്മനാഭൻ, മന്ത്രി AK ബാലൻ, പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ സംസാരിക്കും. സംഘടനാ ചർച്ച പൂർത്തിയായ ശേഷം പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കലാണ് ഇന്നത്തെ പ്രധാന അജണ്ട. സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ അടക്കം 30 അംഗ ഭാരവാഹികളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. 165 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. കൂടുതൽ പ്രമേയങ്ങളും ക്രെഡൻഷ്യൽ റിപ്പോർട്ടും സമ്മേളനത്തിന് മുമ്പാകെ വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.